കെ ജെ ജാലക യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ എൻ്റെ പേര് ലൈല, സ്വദേശം കണ്ണൂർ ജില്ലയിലാണ്. ഞാനിവിടെ ഇസ്രായേലിലെ കെയർ ഗീവറായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് 5 വർഷമായി. നമുക്ക് ഈ ജോലി എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്സും ഒക്കെ ഉള്ളൊരു ജോലിയാണിത്. നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് 24/7 ഒരാളുടെ കൂടെ അവരുടെ കാര്യങ്ങൾ നോക്കി കഴിയുന്ന എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഇതാണ്. ചിലപ്പം ഉറങ്ങാൻ പറ്റത്തില്ല. ജോലിയുടെ പ്രത്യേകതയാണത്. നമ്മുടെ എംപ്ലോയർ ഏത് തരം അവസ്ഥയിലാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജോലിയുടെ ആ സ്വഭാവം. അതായത് ചിലവർക്ക് നല്ല പേഷ്യൻറ്റിനെ കിട്ടും. നല്ല പേഷ്യൻ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങാൻ സാധിക്കും, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അല്ലാതെ നല്ല പേഷ്യൻ്റെന്ന് പറയുമ്പോൾ തന്നെ എന്തെങ്കിലും അവസ്ഥയിലുള്ളത് കൊണ്ടാണല്ലോ അവർ നമ്മളെ നോക്കാൻ നിർത്തുന്നത്. അല്ലെങ്കിൽ പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ ഉറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ ജോലിയുടെ. ചിലർക്കൊന്നും ഉറങ്ങാനേ പറ്റാറില്ല. എനിക്കിവിടെ അത്യാവശ്യ സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യ സ്വാതന്ത്ര്യം എനിക്കുണ്ട് ഇവിടെ ഈ വീട്ടിൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒരു 2 ആഴ്ചയായി. എൻ്റെ എംപ്ലോയർ ഒന്ന് വീണു, ഫ്രാക്ചറുണ്ട്, ചെറിയൊരു ഓപ്പറേഷൻ വേണ്ടി വന്നു. അപ്പം ഞാൻ അവരുടെ കൂടെ ഹോസ്പിറ്റലിലായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലാണെങ്കിലും അവരുടെ കൂടെ വേണം. അപ്പോൾ ഏത് കാര്യത്തിനും സപ്പോർട്ട് വേണം. സപ്പോർട്ടില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റ് കാര്യങ്ങളിലൊന്നും എനിക്ക് ശ്രദ്ധിക്കാനുള്ളൊരു സമയം കിട്ടാറില്ലായിരുന്നു. എനിക്ക് വരുന്ന ഫ്രീ ടൈമിലാണ് ഞാനിവിടെ ഗാർഡൻ ഉണ്ടാക്കും പിന്നെ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടുതൽ ഇട്ടിട്ടുള്ളത്. അല്ലാതെ ഇപ്പോൾ എനിക്ക് പ്രത്യേക ലക്ഷ്യങ്ങളൊന്നുമില്ല. ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഇതിൻ്റെ അന്ന് വലിയ വരുമാനം ഉണ്ടാക്കണം അങ്ങനെയുള്ളൊരു ലക്ഷ്യത്തിലൊന്നും ഞാനിത് ഓപ്പൺ ചെയ്തതല്ല. എനിക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഒക്കെ പങ്കുവയ്ക്കുക എല്ലാവരുമൊക്കെ ആയിട്ട് എന്നുള്ളൊരു ചിന്തയിൽ മാത്രം ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഞാനിങ്ങനെ ഒരു ചാനൽ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്ന് ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ കുറച്ച് പേരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു. സമയം കിട്ടുമ്പോൾ കാണണം, അഭിപ്രായങ്ങൾ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നോട് ഒരാൾ പറഞ്ഞു, ചേച്ചിയുടെ വീഡിയോ ഞാൻ കാണാം, ചേച്ചിയുടെ വീഡിയോ എനിക്ക് ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് കാണത്തുള്ളൂ. അതിപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടാക്കി. നമ്മളിങ്ങനെ നിരുത്സാഹപ്പെടുത്താനായിട്ട് ഇങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും ഏത് കാര്യം തുടങ്ങിയാലും. പക്ഷെ നമ്മൾ തളരരുത്. നമ്മളെന്താണോ വിചാരിക്കുന്നത്, അതായത് നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ഇഷ്ടങ്ങൾ അത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കേണ്ടതില്ല. എല്ലാ ഇഷ്ടങ്ങളും അല്ല കേട്ടോ. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരിയാണ് ഞാൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുകയെന്നാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. എൻ്റെ ജോലിയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജോലിയല്ല, ഈ കെയർ ഗിവർ എന്നുള്ള ജോലിയെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെ ലക്ക് പോലെയാണ് ഓരോരുത്തർക്കും ഓരോ എംപ്ലോയറെ കിട്ടുന്നത്. ചിലവർ വലിയ ടഫായിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഡിമെൻഷ്യ ആയ ആളായിരിക്കും, അല്ലെങ്കിൽ അൾഷൈമറായിരിക്കാം, അല്ലെങ്കിൽ അറ്റാക്ക് വന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരോ അവസ്ഥയിലിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ ഓരോരോ കാര്യങ്ങൾ. ചിലത് ഫാമിലി നല്ലവരായിരിക്കും, നല്ല സപ്പോർട്ടുള്ളവരായിരിക്കും. ചിലവരുടെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. നമ്മുടേതല്ലാത്ത പല ജോലികളും നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാകും.
അതൊക്കെ ഓരോരുത്തരുടെ ഇതുപോലെ ഇരിക്കും. ചിലവർ അതിനനുസരിച്ച് ജോലികളൊക്കെ ചെയ്യും. ഒരു വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജോലി ഇന്ന ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല. ആ വീടുമായിട്ട് നമ്മൾ യോജിച്ച് പോകണമെങ്കിൽ നമ്മുടേതല്ലാത്ത ചില ജോലികൾ നമ്മൾ ചെയ്യേണ്ടി വരും. എന്ന് കരുതി എല്ലാ ജോലികളും ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഇവിടെ ചിലരൊക്കെ വന്നിട്ട് ഇത് നമ്മുടെ ജോബിലില്ലാത്തതാണ്, ഇത് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ പറഞ്ഞ് പല ജോലിയിൽ നിന്ന് ഇറങ്ങുന്നവരും അല്ലെങ്കിൽ എല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നവരും ഒക്കെയുണ്ട് ഇവിടെ. അപ്പോൾ നാട്ടിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിലും എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ ജോലി അത്ര എളുപ്പമുള്ള ജോലിയല്ല. ഇവിടെ വന്നിട്ട് പെട്ടെന്ന് 1 മാസം 2 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അവരൊരു രണ്ടാമതൊരു അല്ലെങ്കിൽ പിന്നീടൊരു ജോലി കയറുന്ന സമയത്ത് ആ ജോബ് രജിസ്റ്റർ ആകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. നമുക്കിവിടെ ചില റൂൾസൊക്കെ ഉണ്ട്. 2 വർഷത്തിനിടയിൽ 3 ജോലി മാത്രമേ മാറാൻ പറ്റത്തുള്ളൂ. 3 ജോലിയേ പറ്റത്തുള്ളൂ. അതും റീസൺ ഉണ്ടായിരിക്കണം. ഒരു റീസണും ഇല്ലാതെ നമുക്ക് അങ്ങനെ മാറാനൊന്നും പറ്റത്തില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരും ഒക്കെ ആയിട്ടുള്ളവർ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ആരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ് കേട്ടോ. ഞാനിവിടെ 5 വർഷമായി. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ്. ഓക്കെ, ബൈ. ഇനി അടുത്തൊരു വീഡിയോ ചെയ്യുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.